ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്തിന് അതിവേഗ റെയിൽപാത നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. സിൽവർ ലൈന് ബദലായാണ് പുതിയ പദ്ധതി വരുന്നത്. DMRC ആണ് DPR തയ്യാറാക്കുന്നത്. ഈ ശ്രീധരൻ പദ്ധതിയുടെ ഉപദേഷ്ടാവാകുമെന്നും സൂചനയുണ്ട്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അതിൽ നാളെ പ്രധാനമന്ത്രി എത്തുമ്പോഴുണ്ടാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഈ അതിവേഗ റെയിൽപാതയാകുമോ? വിശദാംശങ്ങൾ എന്താണ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില ചർച്ചകൾ ദില്ലി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. മെട്രോമാൻ എന്ന് വിളിക്കുന്ന ഈ ശ്രീധരനും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും തമ്മിലുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ സംസ്ഥാനം മുന്നിൽ വയ്ക്കുന്ന കെ റെയിൽ എന്ന പദ്ധതിക്ക് സിൽവർ ലൈന് ബദലായി ഒരു അതിവേഗ റെയിൽ പദ്ധതി കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുകയും ശ്രീധരന്റെ നേതൃത്വത്തിൽ DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ പ്രഖ്യാപനം, ഈ അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നഗരത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്യാനും അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി പ്രധാനമായും എത്തുന്നത്. അതിനിടെ കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി, അതും സിൽവർ ലൈന് ബദലായ പദ്ധതി അവതരിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെയുള്ള പ്രത്യേക റെയിൽ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്രം വിഭാവനം ചെയ്യുന്നത്. ഈ ശ്രീധരന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ, പ്രാരംഭ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന്. ഇതിൽ എന്തൊക്കെയായിരിക്കും നാളെ പ്രഖ്യാപിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും സിൽവർ ലൈന് ബദലായി പദ്ധതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.